ഊട്ടിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഗണിത പഠനത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതില് ഗണിത പഠനത്തിന് അനുയോജ്യമല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ്? കുട്ടിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിയാവണം ഗണിതാശയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ശരിയാണല്ലേ? എന്താണ്? അനുയോജ്യമല്ലാത്തതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നമ്മൾ വായിക്കണം, നമുക്ക് തെറ്റിപ്പോകരുത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് നമുക്ക് ആൻസർ ക്ലിയർ ആവാണ്ട് പോകും. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ആവണം ഗണിതാശയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആവണം അല്ലെ. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയമായാലും അത്തരത്തിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ക്ലാസ് മുറിക്കകത്തും പുറത്തും ഗണിതാധ്യാപകൻ കുട്ടിയുടെ സഹപഠിതാവ് കൂടിയാവണം. ക്ലാസ് മുറിക്കകത്തും അതുപോലെ തന്നെ പുറത്തും ഗണിതാധ്യാപകൻ എങ്ങനെയായിരിക്കും? കുട്ടിയുടെ സഹപഠിതാവ് കൂടി ആകണം എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ് അല്ലെ. അങ്ങനെയാവണം ഒരു അധ്യാപകൻ. അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഗണിതാധ്യാപകൻ വളരെ വേഗത്തിൽ യൂണിറ്റുകൾ പഠിപ്പിച്ചു തീർക്കാനുള്ള കഴിവുള്ളവരാണ്. അങ്ങനെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഏറ്റവും വേഗത്തിൽ പഠിപ്പിക്കുക മാത്രമല്ല, കൃത്യമായിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവർക്കത് ക്ലിയർ ആവണം. അങ്ങനെ ആവണം ശരിക്കും ഒരു ഗണിതാധ്യാപകൻ. അല്ലാണ്ട് വേഗം പഠിപ്പിച്ച് തീർത്തു എന്ന് പറഞ്ഞ് എഴുതി എന്താവില്ല, ഒരു ഗണിത പഠനത്തിന് അനുയോജ്യമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് സംശയിക്കാം അല്ലെ. അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഗണിത ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ഗണിതത്തോടുള്ള കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ശരിയാണല്ലേ. അപ്പൊ സ്കൂളുകളിൽ ചേർന്നിട്ടുള്ള ഗണിത ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ, മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ എന്താണ്? കുട്ടിക്ക് കൂടുതൽ ഗണിതത്തോടുള്ള താല്പര്യം വർദ്ധിക്കും. അപ്പൊ ആ ഒരു ഓപ്ഷൻ സിയും എന്താണ്? അനുയോജ്യമായതിൽ പെടുന്ന ഒരു കാര്യം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഗണിത പഠനത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സിയിലാണ് കൂടുതലായിട്ടും എന്താ പറയാ, അനുയോജ്യമല്ലാത്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എന്താണ്? ഗണിതാധ്യാപകൻ വളരെ വേഗത്തിൽ യൂണിറ്റുകൾ പഠിപ്പിച്ചു തീർക്കാനുള്ള കഴിവുള്ളവരാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുയോജ്യമല്ലാത്തൊരു കേസാണ് അല്ലെ. അതായത് വളരെ വേഗത്തിൽ യൂണിറ്റുകൾ പഠിപ്പിച്ചു തീർക്കുകയല്ല, അതിനുപരി കൃത്യതയോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2021 ശിശുദിനം ഞായറാഴ്ചയാണെങ്കിൽ 2022 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമായിരുന്നു എന്നാണ് ചോദ്യം. ഇവിടെ ശിശുദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശുദിനം നവംബർ 14 അല്ലെ. ശിശുദിനം എന്ന് പറയുന്നത് നവംബർ 14. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2021 ശിശുദിനം ഞായറാഴ്ചയാണെങ്കിൽ 2022 റിപ്പബ്ലിക് ദിനം ഏത് ദിവസം, ഏത് ഡേ ആണ്? ശരിക്കും കലണ്ടർ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പം ഏറെക്കുറെയൊക്കെ അറിയാമായിരിക്കാം. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക, ഞാനും ഒപ്പം ചെയ്യാം. അപ്പൊ നമുക്ക് റെഡി ആയി പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ 2021 ശിശുദിനം എന്ന് പറയുന്നത് നവംബർ 14 അല്ലെ. അത് പറഞ്ഞത് ഞായറാഴ്ചയാണ്. 2022 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ്? റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്? ജാനുവരി 26 എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ജാനുവരി 26. അപ്പൊ നമുക്ക് നോക്കാം. നവംബർ 2021 അല്ലെ പറഞ്ഞത്? 2021 പറഞ്ഞൊരു സാധാരണ വർഷം അല്ലെ. 2021 സാധാരണ വർഷം അല്ലെങ്കിൽ കൂടി നമുക്ക് എന്താണ്? നവംബർ തൊട്ടുള്ള മാസങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അവിടെ ഫെബ്രുവരി വരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് നവംബർ തൊട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. നവംബർ 14 ശേഷം വരുന്ന എത്ര ദിവസം ഉണ്ട് അവിടെ? നവംബർ 14 ശേഷം എത്ര ദിവസം കൂടെ വരും? നവംബർ എത്ര ദിവസം മൊത്തം ഉള്ളത്? നവംബർ ഫുള്ളി വരുന്നത് 30 ദിവസം ഉണ്ട് അല്ലെ.
30 ദിവസമാണ് നവംബർ വരിക. അപ്പം നവംബറിൽ 30 ദിവസമുണ്ട്. 30 ദിവസത്തില് 16 ദിവസം കഴിഞ്ഞാല് പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ എത്ര ദിവസം വരും? 16 ദിവസം വരുന്നുണ്ട്. 16 ദിവസം. പിന്നെ അടുത്തത് പിന്നത്തെ മാസം വരുന്ന നവംബർ, ഡിസംബർ, ജാനുവരി 2022 ജാനുവരി 26 ആണ് നമുക്ക് അറിയേണ്ട ഡേ. സോ നവംബർ 16 ദിവസം. പിന്നെ വരുന്നത് എത്രയാണ്? ഡിസംബർ എത്ര വരുന്നുണ്ട്? ഡിസംബർ 31 ദിവസം വരുന്നുണ്ട് അല്ലെ? 31 ദിവസം വരുന്നുണ്ട്. പിന്നെ വരുന്ന ഏതാ? ജാനുവരി 26. ജാനുവരി 26 പിന്നെ വരുന്നത്. 26ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജാനുവരി 26 പിന്നെ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും ദിവസം നമ്മൾ ഇതിലെ ഒറ്റ ദിവസം എത്ര ഓഡ് ഡേ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓഡ് ഡേ എത്ര ദിവസം എന്ന് കണ്ടുപിടിച്ചിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ശിശുദിനം എന്നുള്ള ഞായറാഴ്ച ആണല്ലോ, ആ ഡേ വെച്ചിട്ട് 7 ദിവസം ഉണ്ടല്ലോ. അപ്പൊ 7 ദിവസത്തിലെ ഞായറാഴ്ച എന്നുള്ളത് അതിനുശേഷം വരുന്ന എത്ര ഓഡ് ഡേയ്സ് എത്ര എണ്ണമാണോ അത്ര എണ്ണം നമ്മൾ നമ്പർ എണ്ണി നോക്കണം. ഏത്? ഈ ഞായറാഴ്ചക്ക് ശേഷം. അങ്ങനെയാണ് നമ്മൾ ആ ദിവസം കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഈ 16, 31, 26 ഉണ്ട്. ഈ ഇത്രയും ദിവസം നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ, അതാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് അത്രയും ദിവസമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഇത്രയും ആഡ് ചെയ്ത് നോക്കാം. എത്ര വരും? 7 6 13 3 ശിഷ്ടം 1 എത്രയാ? 5 5 2 7 വരും അല്ലെ? 73 നമുക്ക് മൊത്തം ദിവസം 73 എഴുതും. ഇതിലെ ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ ഒറ്റ ദിവസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എത്ര ആഴ്ചയുള്ളേ? 7 ദിവസം അല്ലെ? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. അപ്പം ആ 7 വെച്ചിട്ടാണ് നമ്മൾ ഈ ഒറ്റ ദിവസം കണ്ടുപിടിക്കുന്നത്. ഒരാഴ്ച 7 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും 7 ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് വരുന്നിടത്ത് അവിടെ ഒറ്റ ദിവസം ഉണ്ടാവില്ല. പിന്നെ അല്ലാണ്ട് വരുന്ന 1 2 ദിവസം മാറി കിടക്കുന്ന കാണാം. അതാണ് നമ്മൾ ഒറ്റ ദിവസം എന്ന് പറയുന്നത്. നമുക്കത് ഈ 3 മാസം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആ ഒറ്റ ദിവസം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത്രയും ഈ എത്ര ദിവസം ഉണ്ട് അതിനിടയ്ക്ക് വരുന്നത് അത്രയും ദിവസം നമ്മൾ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 73 ഡിവൈഡഡ് ബൈ 7 എത്ര വരും? 7 70 അല്ലെ? 70 വരുമ്പോ എത്ര വരും? 3 റിമൈൻഡർ വരും അവിടെ. 3 അവിടെ നമുക്ക് റിമൈൻഡർ വരുന്നത്. ഓക്കെ. അതായത് 10 × 7 ഗുണിതം കിട്ടും, 70 കിട്ടും. പിന്നെ വരുന്നത് 3 ദിവസമാണ് അവിടെ ഒറ്റ ദിവസം വരിക. അപ്പൊ ആ 3 ദിവസം നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് നവംബർ 14 എന്ന് പറഞ്ഞ ഏതാണ്? ഞായറാണ്. അപ്പൊ ഞായറിന് ശേഷം ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അതായത് ദിവസം, അതായത് ആ ദിവസം മുതൽ അല്ലെങ്കിൽ അതിനുശേഷം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താണ്? ഞായറാഴ്ചയാണ് ജാനുവരി 26 ഏത് ദിവസം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഞായറാഴ്ച ആണ് തന്നത്. ഞായറാഴ്ചക്ക് ശേഷമുള്ള ദിവസം തൊട്ട് നമ്മൾ ഈ ഒറ്റ ദിവസം എണ്ണുക. ഞായർ കഴിഞ്ഞ് തിങ്കള്, ചൊവ്വ, ബുധൻ. ആൻസർ അപ്പൊ എന്ത് വരും? ഒറ്റ ദിവസം 3 ആണ്. ആ 3 നമ്മൾ ഞായറിന് ശേഷം നമ്മൾ എണ്ണിക്കഴിയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ നമ്പർ വരുന്നത് എവിടെയാണ്? ബുധനാഴ്ചയിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബുധനാഴ്ച ആയിരിക്കും കേട്ടോ. അപ്പൊ 2021 ശിശുദിനം ഞായറാഴ്ച ആണെങ്കിൽ 2022 റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജാനുവരി 26 എന്ന് പറയുന്നത് ബുധനാഴ്ച ആയിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത്. എല്ലാവരുടെയും ശരിയുത്തരങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും. ഈ തുറന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അടഞ്ഞ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ, തുറന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ കാണും. ആ ഒരുപാട് എന്ന് പറഞ്ഞാൽ ആശയം കൺസെപ്റ്റ് ഒന്ന് തന്നെ, പക്ഷെങ്കിൽ എന്താണ് നമ്മുടെ ഉത്തരങ്ങൾ ഡിഫറെന്റ് തരത്തിൽ ഒരേ ഉത്തരം ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസറുകളായിരിക്കും ഓരോരുത്തരും എഴുതുക. അങ്ങനെയുള്ള അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തുറന്ന ചോദ്യങ്ങൾ എന്ന് പറയുക. അതേസമയം അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാവർക്കും ഒരു ഉത്തരവായിരിക്കും. കാരണം എന്താണ്? ഇപ്പൊ നമ്മുടെ OMR എക്സാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ ആ ഒരു ഉത്തരമായിരിക്കും എല്ലാവരും പറയുക. എല്ലാവരും എഴുതുന്ന ആ ഒരൊറ്റ ഉത്തരമായിരിക്കും. അതിന് പല ആശയങ്ങൾ അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ പറയാമെങ്കിൽ കൂടിയും എന്താണ്? അവിടെ ആ ആൻസർ ആ ഒരെണ്ണമായിരിക്കും. അപ്പോ അവിടെ ആ ആൻസർ ഒരെണ്ണമായിരിക്കും. അതുകൊണ്ട് എന്താണ്? അപ്പൊ നമ്മൾക്ക് എന്താ ഈ ഓപ്ഷൻ നോക്കിയേ, എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾ ഒന്ന് തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, അടഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ ഉത്തരേ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഉത്തരമായിരിക്കും എന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, സാധ്യമായ അനേകം ഉത്തരങ്ങളുണ്ട്. അവിടെ എന്താണ്? അത് തുറന്ന ചോദ്യങ്ങൾക്ക് വരുന്നതാ. സാധ്യമായത് അല്ലെ, ഏകദേശം സിമിലാരിറ്റി ഉള്ള
ഒരു കുറെ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത രീതികളിൽ അത് ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുക. കാരണം ആശയം എന്തായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. പിന്നെ അടുത്തത് പ്രശ്ന പരിഹരണത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. അത്തരം വരുന്നത് എന്താണ്, തുറന്ന ചോദ്യങ്ങൾക്ക് തന്നെയാണ്. പ്രശ്ന പരിഹരണത്തിന് വിവിധ രീതിയിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വിവിധ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി സ്വതന്ത്രമായ ചിന്ത സാധ്യമാവുന്നു. നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക. അത്തരത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നത് തുറന്ന ചോദ്യങ്ങൾക്കാണ്. എന്നാൽ അടഞ്ഞ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറൊരു കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല. അപ്പൊ അവിടെ തുറന്ന ചോദ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു റോമൻ സംഖ്യ കൊടുത്തിരിക്കുക അല്ലെ. ആ സംഖ്യ ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു റോമൻ സംഖ്യയാണ് കൊടുത്തിരിക്കുന്നത്. ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു എളുപ്പ മാർഗത്തിൽ ഏകദേശം റോമൻ സംഖ്യകൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ 1 2 3 അതൊക്കെ നമുക്കറിയാം അല്ലെ. 1 1 ആണ് അല്ലെ. 2 എന്ന് പറയുമ്പോൾ 2 ആണ്. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ കുറച്ച്, അതായത് LCDM കണ്ടോ, ഈ ഒരു സാധനം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. LCDM. ഈ L എന്ന് പറയുന്നത് റോമൻ സംഖ്യ L എന്ന് പറയുന്നത് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്, 50നെയാ പറയുന്നത് കേട്ടോ. അതുപോലെ C എന്ന് പറയുന്നത് എന്താണ്, 100 ആണ്. 100 ആണ് എന്ത് C എന്ന് പറയുന്നത്. D വരുന്നത് 500 ആണ്. 500 വരും D. M ആണെങ്കിലോ M 1000 ആയിരിക്കും. ഓക്കെ, M 1000 ആയിരിക്കും. D വരുന്നത് 500, C ആണെങ്കിൽ 100, L ആണെങ്കിൽ 50. ഈ LCDM, ഈ ഒരു സാധനം LCDM എന്ന് പറഞ്ഞാൽ 50, 100, 500, 1000 എന്നുള്ളത് ഇങ്ങനെ അങ്ങ് തന്നെ ഓർത്ത് വെച്ചു കേട്ടോ. LCDM ഇതൊരു ചെറിയൊരു കോഡ് കൂടി ഇങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുവാണ് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഇതല്ലേ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ വരുന്ന റോമൻ സംഖ്യ ഏതാ, 10 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുന്നതിനകത്ത് നമുക്ക് എന്താണ് ഈ ഒരു പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്, നമ്മുടെ റോമൻ സംഖ്യയില് കൂട്ടാനാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ 10 അല്ലെങ്കിൽ 11 നമ്മൾ എഴുതുന്നത് എങ്ങനെയാ, ഈ 10ഉം വരും, ഈ 1ഉം വരും. അതായത് 10നോട് 1 ചേരുമ്പോഴാണ് 11 ആവുന്നത്, ഒന്ന് കൂടുക. അപ്പൊ കൂടുക എന്നുള്ള കൂട്ടുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതണം, ഈ 10 എന്നുള്ള റോമൻ സംഖ്യയുടെ റൈറ്റ് സൈഡിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അതേസമയം 4 നമ്മൾ എങ്ങനെ എഴുതുക, 5 എഴുതിയിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ 1 ഇടുക. അവിടെ അതിന്റെ മീനിങ് പറയുന്നത് എന്താണ്, കുറയ്ക്കുക. 5 ഒന്ന് കുറച്ചിട്ട് 4, അതാണ് അങ്ങനെ എഴുതുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ MM(x(1 ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഇപ്പൊ x എന്ന് പറഞ്ഞാൽ 10 ആണ്, M എന്ന് പറഞ്ഞാൽ എന്താണ് 1000 ആണ് അല്ലെ. ഈ M എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു M എന്ന് പറഞ്ഞാൽ 1000 ആ, 2M വീണ്ടും ഒരു M കൂടെ കൂട്ടിയിരിക്കുക ഇവിടെ റൈറ്റ് സൈഡിലാണല്ലോ. അപ്പൊ അവിടെ എന്ത് വരും, 2000 എന്ന് വരും. ഓക്കെ, അപ്പൊ M എന്ന് വന്നിരിക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞു, 2000 എന്ന് നമുക്ക് പറയാം. പിന്നെ വന്നിരിക്കുന്നത് x ആ, അത് 2x വന്നിട്ടുണ്ട്. x വീണ്ടും 10 ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 10 വീണ്ടും ഒരു x വന്നിട്ടുണ്ട്. അവിടെ എത്ര വരും, അപ്പം 19 20 എന്ന് വരും. പിന്നെ എന്താണ്, 2 പിന്നെ വന്നിരിക്കുന്നത്. പിന്നത്തെ ഈ റോമൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 അല്ലേ. അപ്പൊ 2 എങ്ങനെ വരും, ആഡ് ചെയ്യുമ്പോൾ 2022 എന്ന് വരും. ശരിക്കും പറഞ്ഞാൽ ഈ MM(x(1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2022 എന്നാണ് ആ സംഖ്യ പറഞ്ഞത്. ഈ റോമൻ സംഖ്യ നമ്മൾ ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നത്, 2022നെയാണ് സൂചിപ്പിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംഖ്യയിലെ ഗണിത പഠന ശേഷികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംഖ്യയിലെ ഗണിത പഠന ശേഷികളിൽ ഉൾപ്പെടാത്തത് ഏത്. ഇവിടെ പ്രശ്നാപഗ്രഥനം, അത് ഗണിത പഠന ശേഷിയായിട്ട് ഉൾപ്പെടുന്ന കാര്യം അല്ലെ. ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ അപഗ്രഥിച്ച് കണ്ടെത്തുക എന്നുള്ളത് ആ ഒരു രീതി ഗണിത പഠനത്തിന്റെ
ഇതിൽ പെടുന്നതാണ്. അപ്പൊ അത് ശേഷികളിൽ ഉൾപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്ന അപഗ്രഥനം. ഇനി അടുത്തത് മനഃപ്പാഠമാക്കൽ. മനഃപ്പാഠമാക്കൽ എന്നുള്ളത് ഗണിത പഠനം തന്നെയല്ല, ഏത് കാര്യമാണ് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് മനഃപ്പാഠമാക്കൽ എന്നൊരു കാര്യം അവിടെ ഉൾപ്പെടുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത രണ്ട് ഓപ്ഷനോട് നോക്കാം. ഗണിത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അത് വേണം അല്ലെ. ഗണിത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഗണിത പഠന ശേഷികളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ മതിച്ചു പറയലും അതുപോലെ തന്നെ പ്രവചനവും അതും വരും. നമ്മുടെ അസംഷൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യും അല്ലെ. ചില പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ ബാക്കി പ്രോബ്ലംസിലേക്ക് ബാക്കി കാര്യത്തിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അങ്ങനെ മതിച്ചു പറയലും അതുപോലെ തന്നെ പ്രവചനവും ഒക്കെ എന്താണ് ഗണിത പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടുന്നതാണ്. അതായത് മനഃപ്പാഠമാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, അത് ഉൾപ്പെടാത്തതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഗണിത പഠനത്തിന് ശേഷികളിൽ ഉൾപ്പെടാത്ത ഏതാണ്, മനഃപ്പാഠമാക്കലാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്ത്രസംഗ്രഹം. ഇത് കഴിഞ്ഞ 2023 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതുകൊണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. തന്ത്രസംഗ്രഹം എന്ന ഗണിത ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. കേളല്ലൂർ നീലകണ്ഠ സോമയാജിയാണ് തന്ത്രസംഗ്രഹം എന്ന ഗണിത ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഓർത്തു വെച്ചോളുക, ആരാണ്? തന്ത്രസംഗ്രഹം എന്ന ഗണിത ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? കേളല്ലൂർ നീലകണ്ഠ സോമയാജി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേളല്ലൂർ നീലകണ്ഠ സോമയാജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറുതേത്? 4 ഭിന്നസംഖ്യകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതില് ഏറ്റവും ചെറുതേതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ 4 കാര്യം അപ്പൊ നമ്മൾ ഓരോ രണ്ടെണ്ണം വെച്ച് നമ്മൾ നോക്കി, അങ്ങനെയാണ് നമ്മൾ ഈ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ 2 സംഖ്യ എടുക്കുക കേട്ടോ. ഓരോന്നും ആദ്യത്തെ ഈ 2ൽ ഏതാ ചെറുതെന്ന് നോക്കും, പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യും, പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 സംഖ്യ നമുക്ക് എടുക്കാം. 17/10 അതുപോലെ തന്നെ 25/15. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് ആയിട്ട് മാത്രം ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 17 × 15 നോക്കാം. 17 × 15 എത്ര വരും? 17 × 15 എന്ന് വരുമ്പോൾ 225 എന്ന് വരും കേട്ടോ. 225. 17 × 15 225. 25 × 10 എത്രയാ? 250 വരും. എന്നിട്ട് നമ്മൾ നോക്കും ഇതിൽ ഏതാ വലുതെന്ന്. ഈ കിട്ടിയ ആൻസറിൽ ഏതാണ്, സോറി വലുതല്ല ചെറുതാണല്ലോ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാ ചെറുതെന്നു. ഇതിൽ ഏതാ ചെറുത്? 225 ചെറുത്. അപ്പൊ നിലവിൽ നമ്മൾ ഈ 2 സംഖ്യ എടുത്തതിൽ ഏതാണ് ചെറുത്? 17/10 എന്നുള്ള സംഖ്യയാണ് നമ്മുടെ ചെറിയ സംഖ്യ, ചെറിയ വാല്യൂ. അപ്പൊ നമ്മൾ അതിനൊന്ന് എഴുതുക 17/10. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത നമ്പർ എടുക്കണം അല്ലെ. 12/7 എന്നുള്ള നമ്പർ എടുത്തു. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. എങ്ങനെ? ഇതുപോലെ തന്നെ ഇത് രണ്ടും ഗുണിക്കും, ഇത് രണ്ടും ഗുണിക്കും, ഇത് രണ്ടും ഗുണിക്കും 120 വരും. 17 × 7 ചെയ്യുമ്പോൾ എത്ര വരും? 175 എന്നും വരും. ഇതിലേതാണ്? ഇത് നമ്മൾ വീണ്ടും ഇതിലേതാണ് ചെറുത് നോക്കും. ഇതിലേതാണ് ചെറുത്? 12/7 ആണ് അവിടെ ചെറുത് വരിക അല്ലെ. അപ്പൊ 12/7. സോറി 12 × 15 10 ഒരു സെക്കൻഡ് ഞാൻ ഒന്നിട്ട് ക്ലിയർ ചെയ്ത് തരാവേ. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം എടുത്ത എങ്ങനെയാണ് എന്നോട് പറയാം. 17 × 10 എടുത്തു. 17 × 10 എടുത്തു. 17/10 പിന്നെ 25/15 എടുത്തു. ഇവിടെ 17 × 15 വരുമ്പം 7 3 7 12 3 15 5 1 200 സോറി
15 × 17 വരുമ്പം 225 വരും. സോറി, 255 വരും. 225 അല്ല, 255 വരും. പിന്നെ 25/15 25 × 10 ചെയ്യുമ്പോൾ 250 തന്നെ. ഓക്കെ, ഇവിടെ ചെറുതെന്ന് പറഞ്ഞ് 25/15 ആട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ 25/15 എന്ന് ചെറുതായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത നമ്പർ എടുത്തു, 12/7. അപ്പൊ 12/7 വന്നു. 12/7 നോക്കുമ്പോൾ വീണ്ടും 15 × 12 എടുക്കണം. 15 × 12 എത്ര വരിക? 180 വരും. 15 × 12 180. ഒരു 25 × 7 വരുമ്പോൾ 175. ഓക്കെ, 175. അപ്പൊ അവിടെ നമ്മൾ ചെറിയ സംഖ്യ എടുക്കുക. എടുക്കുമ്പോൾ ഏത് വരും? 25/15 എന്ന് വരും അല്ലെ? 25/15 ആണ് അവിടുത്തെ ചെറിയ സംഖ്യ. സോ 25/15. നെക്സ്റ്റ് സംഖ്യ ഏതാ? 7/5 ആണ് അടുത്തത്. അപ്പൊ 7/5 എടുത്തു. 25 × 5 എത്ര വരും? 25 × 5 125 അല്ലെ? 125. 15 × 7 വരുമ്പോ 105 വരും. ഓക്കെ, അവിടെ നോക്കുമ്പോ ഏതാ ചെറുത് വരിക? 105 ആണ് ചെറുത്. സോ നമുക്ക് 7/5 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. അതായത് 17/10 എടുത്തു, 25/15 ആദ്യം ഈ രണ്ട് സംഖ്യ ആദ്യം എടുക്കുന്നു. എന്നിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 17 × 15 ചെയ്യുക. അപ്പൊ 255. മാറ്റി ഒന്ന് ഗുണിച്ച് നോക്കുക കേട്ടോ, തെറ്റിപ്പോകട്ടെ. 17 × 15 എടുത്തു, 255 കിട്ടി. പിന്നെ 10 × 25 250. ഓക്കെ, അപ്പൊ അവിടെ ചെറുത് ഇത് വരും, 25/15 എന്നുള്ളത് ചെറുതാ. ആ 25/15 15ഉം പിന്നെ നെക്സ്റ്റ് സംഖ്യ 12/7 കൂടെ കമ്പയർ ചെയ്തു. അവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 25 × 7 175 15 × 12 180 കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ചെറുത്? 175 ആണ് ചെറുത്. സോ 175 ആണ് ചെറുത് വരിക. അപ്പൊ 25/15 ആണ് നമ്മുടെ അവിടുത്തെ ചെറിയ സംഖ്യ. 25/15 ആണ് അവിടുത്തെ ചെറിയ സംഖ്യ. അപ്പൊ ഇനി അത് എടുത്തിട്ട് നമ്മൾ 7/5 എടുക്കുക. 7/5 എടുക്കുമ്പോ എന്ത് വരും? 7/5 എടുക്കുമ്പോഴത്തേക്കും അതാണ് ചെറുത്. 7/5 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 25 × 5 125. 7 × 15 105 വരും. സോ 105 കിട്ടിയ വാല്യൂ ആണ് ഏറ്റവും ചെറുത്. സോ 7/5 എന്നുള്ളത് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രത്തിന്റെ മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തിക്ക് നോർവീജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ് ചോദിക്കുന്നത് കേട്ടോ. ഗണിതശാസ്ത്രത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തിക്ക് നോർവീജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഏത്? ആബേൽ പുരസ്കാരം കേട്ടോ. ആബേൽ പുരസ്കാരമാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫിഗർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരേ വലിപ്പമുള്ള ഏതാനും സമചതുര കട്ടകൾ ചിത്രത്തിൽ കാണുന്ന വിധം അടുക്കി വെച്ചിരിക്കുന്നു. ഇതില് ആകെ എത്ര സമചതുര കട്ടകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫിഗർ എത്ര ക്ലിയർലി ഈ ഫിഗറിലേക്ക് പോവാം. ഇതില് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം ഇവിടെ നോക്കുക. ഈ ഒരു നിര നോക്കുവാണെങ്കിൽ ഇതിന്റെ ഈ സൈഡിലായിട്ടും എന്താണ്? ഈ സൈഡിലായിട്ടും ഓരോ കട്ടകൾ ഉണ്ടല്ലോ. ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇവിടെ ഈ സൈഡിൽ എത്ര ഉണ്ട്? ഈ സൈഡ് താഴേക്ക് നോക്കുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഇവിടെ വരുമ്പോൾ 3 എണ്ണം ഉണ്ട്. ഇവിടെ വരുമ്പോൾ 4 എണ്ണം ഉണ്ട് അല്ലെ? അങ്ങനെ ഇവിടെ നോക്കുവാണെങ്കിൽ എത്രയൊക്കെ വരും? ഇവിടെ 4 3 2 1 മൊത്തം 10 എണ്ണം വരുന്നുണ്ട് ഈ ഒരു സൈഡ് തന്നെ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു കട്ട ഉണ്ടോ? ഈ ഒരു കട്ടയെ ബാലൻസ് ചെയ്യാനായിട്ട് ഇതിന്റെ എവിടെയായിട്ട് ഒരു കട്ടയുടെ ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു കട്ട ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ സെറ്റ് നല്ല ലെവലിൽ ഇരിക്കാൻ പറ്റുക. അപ്പൊ സോ അത് 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സെറ്റ് 4 എണ്ണം നമ്മൾ ഓൾറെഡി കൂട്ടി. പിന്നെ 1 2 3 വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇതിന് താഴെ തന്നെ ഒരെണ്ണം ഉണ്ടല്ലോ. പിന്നെ ഇതിന് താഴെ 2 എണ്ണം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ സോ 3 2 5 1 6 അല്ലെ? ഇവിടെ 6 വന്നു. ഇവിടെ 10 16. പിന്നെ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. ഇവിടെ ഇത് ഒരെണ്ണം, അതുപോലെ തന്നെ ഇത് താഴെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പൊ അത് 2 എണ്ണം എടുക്കുമ്പോൾ 16 2 18 വരും. 18ഉം പിന്നെ 1 2 3 4 ഈ 4 എണ്ണം കൂടെ വരും. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ 4 എണ്ണം കണ്ടോ? ഇത് 1 2 3 4. അപ്പൊ 18 4 22. ഇവിടെ മൊത്തം സമചതുര കട്ടകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 22 എണ്ണം വരും കേട്ടോ. അത് ഓർക്കുക. ഈ ഒരു കട്ട കണ്ടോ? ഇതിന്റെ തന്നെ ഇവിടെ താഴെയായിട്ട് ഒരു കട്ടയുടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 ഫ്രണ്ടിലെ കട്ടകള്.
നമ്മൾ ആദ്യം കൂട്ടിയപ്പോൾ തന്നെ ഈ 4 നമ്മൾ കൂട്ടി. ഇതിന്റെ താഴേക്ക് ഇവിടെ അത് ഓപ്പോസിറ്റ് 3 ഡയമെൻഷനിലാണ് നമ്മൾക്ക് താഴേക്ക് കട്ടകൾ വെച്ചിട്ടുണ്ട്. സോ അത് അങ്ങനെ വരുമ്പോൾ ആ 4 ആദ്യം നമ്മൾ കൂട്ടി. പിന്നെ ഇവിടെ 3 വരും അല്ലെ, 1 2 3 വരും. പിന്നെ ഇവിടെ 2 വരും, ഈ സൈഡില് ഈ 2 വരും. പിന്നെ ഇവിടെ ഒരെണ്ണം. ഇത് ഫുള്ള് 10. ഇവിടെ 6, ഇവിടെ 3 3 2 5 1 6 ഇട്ടു 16. പിന്നെ ഈ ഒരു കട്ടയും ഇതിന്റെ ഇവിടെ ലെവലായിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് ഒരു കട്ടയും കൂടെ വരുന്നുണ്ട് ഈ സൈഡിൽ തന്നെ. ഈ അത്ര ഒരു കട്ടയും വരും. അപ്പൊ 2 അപ്പൊ 16 2 18. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ 4 1 2 3 4 18 4 22. അങ്ങനെ നമ്മുടെ ആൻസർ വരുന്നത് 22 നമ്മുടെ ആൻസർ വരിക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് 41. 3 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകളിൽ 39ന്റെ ഏറ്റവും വലിയ ഗുണിതം ഏതെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 3 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകളിൽ 39ന്റെ ഏറ്റവും വലിയ ഗുണിതം ഏത്? നമുക്ക് നോക്കാവേ. ഓക്കെ, അപ്പം 39ന്റെ ഗുണിതം എങ്ങനെ നമ്മൾ നോക്കുക? 39 × 1 39, 39 × 2 അങ്ങനെയാണ് നമ്മൾ നോക്കുക. അങ്ങനെ ഒരു 39 × 10 എന്ന് പറയുമ്പോൾ എന്തായാലും 390 വരും അല്ലെ. നമുക്ക് കണ്ടുപിടിക്കാൻ 39ന്റെ ഏറ്റവും വലിയ ഗുണിതം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. 39 × 10 വരുമ്പോൾ 390. 390നേക്കാൾ വലിയ സംഖ്യ നമുക്ക് മനസ്സിലായി. ഓപ്ഷനിൽ വലിയ വലിയ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്. സോ 39 × 20 നോക്കാം. 20 വരുമ്പോ എത്ര വരും? 39 × 2 വരുമ്പം 78 അല്ലെ. 78 പിന്നെ ഒരു 0 കൂടെ 780 വരും. 39 × 20 വരുന്നത് 750 വരും. മറ്റേത് 390 വരും. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ വേണമെങ്കിൽ എന്താണ്, പിന്നെ ഏകദേശം നമുക്ക് 780 വരെ നമുക്ക് വന്നു. നമുക്ക് 25 നോക്കാം. 39 × 25 നോക്കുവാണെങ്കിൽ എത്ര വരും? 975 വരും. ഓക്കെ, അപ്പൊ 39 × 25 വരുമ്പോൾ 975 വന്നു. അപ്പൊ ആ ഒരു നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 39 × 30 വരുവാണല്ലോ. 39 നെക്സ്റ്റ് 30 വേണ്ട, 26 നോക്കാം. 26 നോക്കുമ്പോ എത്ര വരും? അടുത്ത നമ്പർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക്, അതായത് നമുക്ക് ഏറ്റവും വലിയ ഗുണിതമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10 വെച്ച് നമ്മൾ ഒന്നും രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 10 നോക്കുന്നു, 20 നോക്കി, പിന്നെ നമ്മൾ ഏകദേശം 780 അടുത്ത് വന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച്, അതാണ് 25 ഞാൻ എടുത്തത്. അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ 25 എടുത്തു. നമ്മൾ അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ 975 കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത സംഖ്യ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. 26 നമുക്ക് നോക്കും. 26 നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് 3 അക്കത്തിൽ നിന്നും 4 അക്കമായിട്ട് മാറുന്നുണ്ട്. 4 അക്കം സംഖ്യയാണ് 26 കൂടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 975 ശരിക്കും പറഞ്ഞാൽ 39ന്റെ ഏറ്റവും വലിയ ഗുണിതം എന്ന് പറയുന്നത്. 3 അക്കങ്ങളുള്ള 39ന്റെ ഏറ്റവും വലിയ ഗുണിതം എന്ന് പറയുന്നത് ഏതാണ്? 975. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 20 നോക്കിയിട്ട് 750 ഇങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് 10 എന്നുള്ള ഡിസ്റ്റൻസ് കുറച്ചിട്ട് 5 ആക്കി 25 ഗുണിച്ചു നോക്കുന്നു. പിന്നീട് നമ്മൾ അടുത്ത ഒന്നുകൂടെ ഏകദേശം അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നമ്പറോട് ഒന്ന് ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ട്, അത് കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് ഇപ്പൊ 26 കഴിയുമ്പോൾ വേറെ ഇപ്പം 995 അങ്ങനെ ആ ഒരു 3 അക്ക സംഖ്യ തന്നെ ആണെങ്കിൽ നമുക്ക് അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ ഏത് സംഖ്യ വന്നാലും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? അപ്പൊ ഏതാക്കിയ സംഖ്യ തന്നിരിക്കുന്നത് 2 4 12 48 240 അല്ലെ. അടുത്ത സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം 2 2 4 12 48 അതുപോലെ 240. ഓക്കെ, അപ്പൊ ഈ 2 എന്നുള്ളത് നോക്കാം. 2 2 4 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്?
നമുക്ക് ഈ ഒരു ഇവിടെ അടുത്ത മൂന്നാമത്തെ സംഖ്യയിലേക്ക് വരുമ്പം ആ ഒരു ശ്രേണി കറക്റ്റ് ആവില്ല അല്ലെ? 4 into 8 ആണല്ലോ. അപ്പൊ അല്ല, നമുക്ക് അപ്പൊ അടുത്തൊരു ലോജിക്ക് നമുക്ക് വേറെ അത് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ടും കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാലോ. അപ്പം 2 into 2 ചെയ്തു. എത്ര കിട്ടി? 4 കിട്ടി അല്ലെ? അപ്പൊ 4 into 2 കിട്ടൂല അല്ലെ? 4 into 8 അല്ലേ വരിക. അപ്പൊ അതും പറ്റില്ല. പക്ഷെ 4 into 3 ചെയ്താലോ 12 കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെ 2, 3 അപ്പൊ നമുക്ക് 12 4 കൊണ്ട് കുടിച്ചു നോക്കാം. 4 2 8 1 4 4. ആ ശരിയാണ്. അപ്പൊ 2 into 2 4, 4 into 3 12. എണ്ണൽ സംഖ്യ ഒന്നും എടുത്തിട്ടില്ല, രണ്ടുകൊണ്ട് തന്നെ അങ്ങ് എണ്ണൽ സംഖ്യ 2 3 4 അങ്ങനെ അങ്ങ് ഓരോ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുക ഈ ഒരു ശ്രേണിയിൽ. ഓക്കെ, 48 into 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 240 കിട്ടും. ഇനി 240 into 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1440 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. 6 4 24 ശിഷ്ടം 2 നോക്കാം. 6 4 24 4 ശിഷ്ടം 2, 6 12 4 14, ഇനി 0 കൂടെ. ക്ലിയർ അല്ലേ? 1440 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം കേട്ടോ. അത് രണ്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കണം, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ 2 2 തന്നെ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ പോയിരിക്കുന്നത്. ചിലപ്പം ഇപ്പൊ ചിലപ്പോൾ പോയിരിക്കുന്നത് 2 2 4 4 4 8 അങ്ങനെ ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ശ്രേണി വരും. ചിലപ്പോൾ ക്യൂബ് എടുക്കാം, അങ്ങനെയൊക്കെ വരാം. എല്ലാ രീതിയിലും നമ്മൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 10 ആണ്. 5 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയായിരിക്കും? 5 വർഷങ്ങൾക്ക് ശേഷം അത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ശരാശരി കണ്ടുപിടിക്കണേ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ വേണ്ട. ശരാശരി കണ്ടുപിടിക്കണ എന്ത് വേണം? മൊത്തം ആകെ തുക ബൈ ആകെ എണ്ണമാണ് എന്ന് പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 25 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം കുട്ടികൾ എത്രയാന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇപ്പം നമ്മുടെ ആകെത്തുക ബൈ എണ്ണമാണല്ലോ ആവറേജ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് തിരിച്ചു നോക്കാം. ആകെത്തുക കണ്ടുപിടിക്കാൻ ആവറേജും അതുപോലെ തന്നെ എണ്ണം കൂടി ഗുണിച്ചാൽ മതി. അപ്പൊ 25 into 10 എന്നുള്ളത് എത്രയായിരിക്കും? 250 വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം വരിക. പിന്നെ പറയുന്നുണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുടെ ശരാശരി നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ 5 വർഷം എടുക്കുമ്പോൾ ഈ 25 കുട്ടികൾക്കും എന്താണ് ഈ 5 വർഷത്തിന്റെ വ്യത്യാസം വരും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 5 വർഷത്തിന്റെ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ അവിടെ എത്ര? അപ്പം 25 പേർക്കും വരും. ഈ 25 പേർക്കും ഈ 5 വയസ്സിന് വ്യത്യാസം വരും. അപ്പൊ 25 into 5 ഗുണിച്ചു നോക്കാം നമുക്ക്. 5 വെച്ച് കൂടുവാണല്ലോ 25 പേർക്കും. അപ്പൊ 25 into 5 125 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 125 ഇത്രയും വയസ്സ് കൂടുന്നുണ്ട്. അപ്പൊ തുക എന്ന് പറയുന്നത് 250 നിന്നും എത്രയാകും? 125 കൂടെ ആഡ് ചെയ്തിട്ട് എത്ര വരും? 375 ആവും. ഈ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് അത്രയാവും. ക്ലിയർ ആയോ? അത് 25 into 5 5 വർഷം കൂടുമ്പോ 5 വയസ്സ് 25 പേർക്കും കൂടി വരുന്നുണ്ട്. 25 into 5 125 പ്രായം അത്രയും തുക കൂടി വരുന്നത്. അത്രയും കാര്യങ്ങൾ അത്രയും ഇത് കൂടി വരും. അത്രയും വയസ്സ് കൂടി വരിക. സോ 25 125 നമ്മൾ 250 ആഡ് ചെയ്ത് 375. അപ്പൊ മൊത്തം ആ ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 375 ആയിട്ട് നമുക്ക് കിട്ടുക. മൊത്തം അവരുടെ പ്രായത്തിന്റെ ആ ഒരു കാൽക്കുലേഷൻ 375 കിട്ടും. അപ്പൊ എണ്ണം എത്രയാ? എണ്ണം 10 തന്നെ ഇപ്പോഴും അല്ലെ? 10 പേരേ ഉള്ളൂ. 5 വർഷം മുന്നോട്ട് പോയത്തെ കാര്യം നമ്മൾ പറയുന്നത്. സോ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ? ആകെ തുക ബൈ ആകെ എണ്ണമാണല്ലോ. അപ്പൊ ആകെ വയസ്സ് ബൈ ആകെ ആൾക്കാരുടെ കുട്ടികളുടെ എണ്ണമാണ് നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതി അതാണ്. അപ്പൊ 375 ആണ് നമ്മുടെ ആകെ എന്ന് പറയുന്നത്. അപ്പം ബാക്കി ഡിവൈഡഡ് ബൈ എത്ര വരും? ഡിവൈഡഡ് ബൈ എത്ര? 25 കുട്ടികളല്ലേ? 25 കുട്ടികൾ സോറി 25 എന്ന് വരും. 10 ആവറേജ് ആണല്ലോ. 375 ബൈ 25 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എണ്ണമാണ് 25. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര? 5 വർഷത്തിന് ശേഷം എത്ര അല്ലെങ്കിൽ ശരാശരി എത്ര കൂടി എന്നുള്ളത് നമുക്ക് കിട്ടും. എത്ര കൂടുതലായെന്നുള്ളത്. 325 ബൈ 25 എത്ര വരും? 25 നമുക്ക് 5 25 വരും. പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എത്ര വരും? 75 വരും അല്ലെ? 75 വരും. 325 5 കൊണ്ട് കിട്ടുമ്പോൾ 75. സോ 75 എങ്ങനെയാ? 15 5 75. 15 5
75 വരും. നമുക്ക് 15 നമ്മുടെ ആൻസർ വരും കേട്ടോ. 15 വയസ്സ്. 15 വയസ്സാണ് എന്തെന്ന് പറയുന്നത്, ശരാശരി വയസ്സ് എന്ന് പറയുന്നത്. 5 വർഷത്തിന് ശേഷമുള്ള ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 15 വയസ്സായിരിക്കും. 10ന്ന് 15ലേക്ക് മാറും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ 54 കിലോമീറ്റർ ആണ്. പാതക്കരികിൽ ഇലക്ട്രോണിക് പോസ്റ്റ് കടന്നു പോകാൻ തീവണ്ടി എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് പോസ്റ്റിന്റെ കനം പരിഗണിക്കേണ്ടതില്ല എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് പോലെ തന്നെ ഒരു വ്യക്തിയാണേലും അവരുടെ ഒന്നും ആ ഒരു കനമൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഭാരമോ ലെന്തോ ഒന്നും നമ്മൾ എടുക്കണ്ട ഈ ഒരു പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത്. അതേസമയം ഒരു ട്രെയിനിന്റെ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ ലെങ്ത് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടും. ആ ഡിസ്റ്റൻസ് നമ്മൾ അത് ആഡ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ സിറ്റുവേഷൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഓടുക അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ദൂരം 240 മീറ്റർ നീളമുള്ളതാണ്. ലെങ്ത് വരുന്നത് എത്രയാണ്? 240 ആണ് അല്ലെ. പിന്നെ വരുന്നത് എത്രയാ? പിന്നെ വരുന്നത് സ്പീഡ് എത്രയാ വരുന്നത്? 54 കിലോമീറ്റർ പെർ അവർ ആണ് വരുന്നത്. മണിക്കൂറിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മണിക്കൂറിൽ 54 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തീവണ്ടി എത്ര സമയം എടുക്കും എന്ന് വെച്ചാൽ ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാൻ. അപ്പൊ നമുക്ക് ഈ 240 കൊടുത്തിരിക്കുന്ന മീറ്ററിലാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് യൂണിറ്റിലാണല്ലോ. അപ്പൊ നമുക്ക് ഒന്നിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ആ ഒരു ടൈം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ സെക്കൻഡ്സിലാണ് കൊടുത്തിരിക്കുന്നത് ഉത്തരങ്ങളും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഈ സ്പീഡിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാല് 5/18 5/18 കൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 5/18 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 18/5 കേട്ടോ, 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 54 × 5/18 നമുക്കത് നോക്കാം. എത്ര വരും? 9×2 18 വരും. അതുപോലെ 9×6 54 വരും അല്ലെ. പിന്നെ 3×2 6 വരും. വെട്ടിക്കളയുമ്പോ 3×5 എത്ര വരും? 15 വരും അല്ലെ. 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 15 എന്നാണ് നമുക്ക് കിട്ടുക സ്പീഡ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഒരു ഡിസ്റ്റൻസ് എത്ര അല്ലെങ്കിൽ ലെങ്ത് എത്ര എടുത്തിരിക്കുന്നത്? 240 ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് എത്ര കൊടുത്തിരിക്കുന്നത്? 15 അല്ലെ. 15 മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടോ. 15 ആണ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. 240/15 എത്ര വരും? 5×5 3×5 15 80 വരും. ഇനി 80/5 ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 80/5 5 3 6 30 വരും അല്ലെ. 16 ആണ് നമ്മുടെ ആൻസർ വരിക. 16 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 3×15 ഇങ്ങനെ പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കും. 3×15 ഇവിടെ 3 നോക്കുവാണെങ്കിൽ 124 0 80 വരും. പിന്നെ 80 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 5×5 30 വരും. 5×6 30. അങ്ങനെ നമുക്ക് 16 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഗണിത പഠനത്തിലെ പരീക്ഷണ രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ എന്താണ്? ഗണിത പഠനത്തിലെ പരീക്ഷണ രീതിയുടെ സവിശേഷത അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാണ്. പരീക്ഷണ രീതിയുടെ സവിശേഷത അല്ലാത്തതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അല്ലാത്തത്. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാണ്. എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ തത്വങ്ങൾ സ്വയം കണ്ടെത്തുന്നു, രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തെ ഏതാ?
പ്രവർത്തനങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കുന്നു. ഇവിടെ പരീക്ഷണ രീതിയുടെ സവിശേഷത ചോദിക്കുക. അപ്പൊ ഗണിതപഠനത്തിലെ പരീക്ഷ എന്ന് പറയുമ്പോൾ എന്താ, തത്വങ്ങൾ സ്വയം കണ്ടെത്തുക. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും, നമ്മൾ ഓരോ ഐഡിയാസ് ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കും. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രവർത്തനങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കുന്നു. ഗണിതം അങ്ങനെ നമ്മൾ ചെയ്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. നമ്പേഴ്സ് ഒക്കെ കണക്ക് കൂട്ടാനും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അബാക്കസ് അങ്ങനെയുള്ള കുറെ അങ്ങനെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുക. അതുപോലെ ഗവേഷണ മനോഭാവം വളരുന്നു. ഗവേഷണ മനോഭാവം വളരുക. ശരിയാണ്, നമ്മൾ ചിന്തിച്ച പോലെ അന്വേഷിച്ച് അത്തരത്തിലുള്ള ഒരു പഠനമായിരിക്കും. പിന്നെ എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷണ രീതി എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാകണം നിർബന്ധമൊന്നുമില്ല. സോ അവിടുത്തെ സവിശേഷത അല്ലാത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എ ആയിരിക്കും. ബാക്കി എല്ലാ കേസും നമുക്ക് നോക്കാം. പരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കേസ് തത്വങ്ങൾ സ്വയം കണ്ടെത്തുന്നു. അതൊക്കെ പരീക്ഷണ രീതിയുമായിട്ട് ബന്ധപ്പെടുത്താം. നമ്മൾ ഓരോ ഐഡിയാസും ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് പരീക്ഷിച്ച് അങ്ങനത്തെ അത്തരത്തിലൊക്കെ പോകും. സോ നമുക്ക് അവിടുത്തെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമാണെന്നുള്ളതാണ് നമ്മുടെ പരീക്ഷണ രീതിയുടെ സവിശേഷത അല്ലാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുതത്വങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പ്രശ്ന നിർദ്ധാരണത്തിന് അനുയോജ്യ പഠന രീതി ഏതാണ്? പൊതുതത്വങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പ്രശ്ന നിർദ്ധാരണത്തിന്, പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അനുയോജ്യമായ പഠന രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞത് നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്. അതെന്ന് വെച്ചാൽ പൊതുതത്വങ്ങളിൽ നിന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കറിയാം ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നിഗമന രീതി എന്ന് പറഞ്ഞാൽ ജനറൽ ടു പർട്ടിക്കുലർ കേസിലേക്കാവും. ആദ്യം ഫുള്ളി ജനറൽ ആയിട്ട് എടുത്തിട്ട് ആ പർട്ടിക്കുലറിലേക്ക് പോകുന്ന ഒരു കേസാ പറയാം. അപ്പൊ അവിടെ എന്താണ്, അവിടെ നിഗമന രീതിക്കാണ് ഇമ്പോർട്ടൻറ്റ്. പ്രശ്ന അതായത് പൊതുതത്വങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൽ നിന്നുകൊണ്ട് പറയുക ചെയ്യുക. ജനറൽ ആയിട്ടുള്ള കേസുകൾ എടുത്തുകൊണ്ട് ആ പർട്ടിക്കുലർ കേസിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നിഗമന രീതിയാണ് അവിടെ അനുയോജ്യമായിട്ടുള്ള പഠന രീതി എന്ന് പറഞ്ഞത് നിഗമന രീതിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പോയിന്റുള്ള സംഖ്യകളും അതുപോലെ തന്നെ എന്താണ് 5 ഇൻറ്റു 0.5 ഇൻറ്റു 0.05 ഇൻറ്റു 0.005 ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഈ 5-നെ 1, 2, 3, 4 5 ഉണ്ട് അല്ലേ. ഈ 5 നമ്മൾ 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125, 125 ഇൻറ്റു 5 625 അങ്ങനെ മൾട്ടിപ്ലൈ നമ്മൾ ആദ്യം അങ്ങോട്ട് വെക്കുക 625. ഇനി നമ്മൾ നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ എവിടെയൊക്കെ വരുന്നത് അത് ഫുൾ ആഡ് ചെയ്തിട്ട് അത്രയും സംഖ്യ മാറ്റി നമ്മൾ പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ ആവും. ഇവിടെ 3 സംഖ്യകൾ വരുന്നുണ്ട്, ഇവിടെ 2 അല്ലെ, 3, 2, 5, പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ. അപ്പൊ 5, 2, 7 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 7 സ്ഥാനം മാറ്റി നമ്മൾ കുത്തിടണം. 1, 2, 3, 4 സോറി 7 അല്ല 6 വരുന്നുള്ളൂ. ഇവിടെ 2 ഉള്ളൂ, ഇവിടെ ഒരെണ്ണം. 1, 2, 3, 4, 5, 6. ഓക്കെ, 6 സംഖ്യകളാണ് വരുന്നത്. അപ്പം പോയിന്റിന് ശേഷം എത്ര 6 സംഖ്യകൾ മാറ്റിയാണ് നമ്മൾ കുത്തിടുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നമ്മൾ എണ്ണുക 1, 2, 3, 4, 5, 6. ഇനി വേണം നമ്മൾ കുത്തിടാൻ, വേണ്ട പോയിന്റ് ഇടാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചോദിച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതി. ആദ്യം നമ്മൾ സിമിലർ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പിന്നെ നമ്മൾ പോയിന്റ് നോക്കുക, എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത് നോക്കുക. അത്രയും സ്ഥാനം ഇല്ലെങ്കിൽ സീറോസും കൂടെ ആഡ് ചെയ്ത് അത്രയും സ്ഥാനങ്ങൾ ആക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എവിടെ വരുന്ന ഓപ്ഷൻ ബിയിലാണ് അല്ലേ, 0.00625. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, രാജു അയാളുടെ പ്രതിമാസ ശമ്പളത്തിന്റെ 75% വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ച് ബാക്കി മിച്ചം വെച്ച തുക 4400 രൂപയുണ്ടെങ്കിൽ രാജുവിന്റെ പ്രതിമാസ ശമ്പളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 75% പല ആവശ്യങ്ങൾക്കായിട്ട് രാജു ഉപയോഗിച്ചു അല്ലെ, ചിലവാക്കി. മിച്ചം വെച്ച തുക നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ, 4400 നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് എളുപ്പമൊരു മെത്തേഡിൽ നമുക്കങ്ങ് ചെയ്ത് നോക്കാം കേട്ടോ. സാധാരണ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ്, അതായത് ഇങ്ങനെ നമുക്ക് ചെയ്യാം, എക്സ് ഇൻറ്റു അത് ഏതൊരു സംഖ്യ, നമ്മുടെ ഏതൊരു സംഖ്യ മീൻസ് ശമ്പളം എത്രയോ ആവാം, നമുക്ക് അറിയില്ല, അതിനെ എക്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിന്റെ 25 എത്രയാ 100 അല്ലെ, കാരണം ഈ 25 എടുക്കുന്നതിന്റെ കാരണം വെച്ചിട്ടേ ഉള്ളൂ, അതായത് 75% നമ്മൾ ചെലവഴിച്ചു, മൊത്തം എത്രയാ 100%. അപ്പൊ അതിൽ നിന്ന് ബാക്കി 25% എത്രയെന്ന് വരുന്നത്, ഈ 440 വരുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ 25 ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തു. ഈക്വൽ ടു എത്രയാന്ന് പറയുന്നത് 4400 നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഈ എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ വരും, എക്സ് ഈസ് ഈക്വൽ ടു 4400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. 25 വരും. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാം, 25 4 പ്രാവശ്യം 100 പോകും അല്ലെ, അപ്പൊ 25 4 100 എന്ന് വരും. 44 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര വരും, 176 വരും. രണ്ട് നമ്മുടെ ആൻസർ വരിക അല്ലെ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ശമ്പളം എത്ര, അതിന്റെ 25% എന്ന് പറയുന്നത് 4400 എന്ന് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ് കണ്ടുപിടിക്കാം. നമുക്കിവിടെ പ്രതിമാസം ശമ്പളം എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ മാത്രം മതി, ഇങ്ങനെ അങ്ങ് കണ്ടുപിടിക്കാം. ഇനി അതല്ലാന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത്രയും സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് 75% എത്രയാ, സോറി 75% നമ്മൾ ഉപയോഗിച്ചല്ലേ, ബാക്കി 4400. അപ്പൊ ഈ 25% ഈ 4400 നമുക്ക് അറിയാം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാ, 100% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ ക്രോസ് ചെയ്യുക ചെയ്യുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 4400 ഇൻറ്റു 100 ബൈ 25. ഇങ്ങനെ അങ്ങ് ഇതുപോലെ സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ വലിയ വലിയ സംഖ്യകളൊക്കെയാണ് ഡയറക്റ്റ് ഇത്ര ഒന്നും എഴുതാണ്ട്, സ്റ്റെപ്സ് ഒന്നും എഴുതാണ്ട് നമുക്ക് നേരെ ഇങ്ങനെ അങ്ങ് വേഗം ചെയ്തു പോവാം. കുറെ കൂടെ കഴിയുമ്പോൾ നമ്മൾ ബൈ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലും വേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പോകും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ദിവസത്തേക്ക് പോവാം. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ 6 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, നമുക്ക് നോക്കാം. 6 അക്ക സംഖ്യയാണ്, നമുക്ക് കൂട്ടിയിടാം. 1 2 3 4 5 6. ഇതാണ് ഏറ്റവും ചെറുതെന്നാ പറയുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, 10 ലക്ഷം അല്ലെ. ഇതായിരിക്കും ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ നിന്നും എന്ത് കുറയ്ക്കണം, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ വേണം കുറയ്ക്കാൻ. അപ്പൊ നമുക്ക് 9 എടുക്കാം, ഏറ്റവും വലുതെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് 9 എടുക്കാം. ഓക്കെ, 9 4 അക്ക സംഖ്യ. ഓക്കെ, കുറയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ 10 കൂട്ടി കൂട്ടി പോകും അല്ലെ. ഇവിടുന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആവും. ഇനി ഇവിടുന്ന് വീണ്ടും 10 ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ 9 ആവും. അങ്ങനെ അങ്ങനെ ഇവിടെ 10 വരും. ഓക്കെ, അപ്പൊ നമുക്ക് 10 ന്ന് 9 പോയാൽ എത്ര വരും, 1 കിട്ടും. ഇവിടെ 9 അല്ലെ. ഇങ്ങനെ നമ്മള് ഒന്നിങ്ങനെ അടുത്ത് വരുമ്പോ ഇവിടെ എന്തായാലും ഇവിടുന്ന് ഒന്നിങ്ങോട്ട് വരുമ്പോ 10 ആയി കഴിയുമ്പോൾ ഇവിടെ 9 ആണ്. 9 വരുമ്പോൾ 0 വരും, വീണ്ടും 0, ഇവിടെ 0 ആണ്, ഇവിടെ 9 ഉണ്ട്, 9. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ എടുത്തായിരുന്നില്ല, ഈ 1 നമ്മൾ എടുത്തു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരിക, 9. ഇങ്ങനെ ഇതാണ് നമ്മുടെ ആൻസർ വരിക, 90001. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഗണിതശാസ്ത്രജ്ഞരിൽ ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഗണിതശാസ്ത്രം, ആധുനികത്തിന്റെ മോഡേൺ മാത്തമാറ്റീഷ്യൻ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആരാണ്, റെനെ ദെക്കാർത്തെ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്, റെനെ ദെക്കാർത്തെ ആണ് കേട്ടോ, റെനെ ദെക്കാർത്തെ. എന്നാൽ പുരാതന ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്, ആർക്കിമിഡീസ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചു. അപ്പം ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്, റെനെ ദെക്കാർത്തെ ആണ്. പുരാതന ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്, ആർക്കിമിഡീസ് ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 51ാമത്തെ ക്വസ്റ്റ്യൻ.
ഒരു സംഖ്യയുടെ കാൽഭാഗവും പകുതിയും ഇരട്ടിയും ചേർന്നാൽ 99 കിട്ടും എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പം കാൽഭാഗം എന്നുള്ള 1/4 അല്ലേ കാൽഭാഗം എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ 1/4 എടുത്ത് ജസ്റ്റ് ഇങ്ങനെ, അതായത് ഇപ്പം x എന്നാണ് നമ്പർ എടുത്തത്. അപ്പം x കാൽഭാഗം എന്ന് പറയുമ്പോൾ x 4 ഇത് ഓക്കെ, x/4 കാൽഭാഗമാണല്ലോ. പിന്നെന്താ, പകുതിയും ഇരട്ടിയും ചേർന്നാലാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് മൊത്തം ആഡ് ചെയ്യുക. അപ്പൊ പ്ലസ് എന്താണ്, പകുതി, ആ സംഖ്യയുടെ പകുതി. അപ്പൊ സംഖ്യ x നമ്മൾ എടുത്തല്ലോ, സോ x/2 പ്ലസ് പിന്നെന്താ ഇരട്ടി. ഇരട്ടി എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കും, നമ്മൾ 2x എടുക്കുന്നത് അല്ലെ. 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 99. പിന്നെന്താണ്, ഇങ്ങനെ അങ്ങ് കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറെ നമ്മൾ പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരിക. സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, x/4 2x/4. അപ്പൊ ഇവിടെ നമ്മൾ ഇതെന്താണ്, ഈ 4ഉം 2ഉം കേട്ടോ. ഇവിടെ നമ്മൾ LCM എടുത്തിട്ട് നമ്മളിത് 4ലേക്ക് ആക്കുക ചെയ്യണം. 4ലേക്ക് ആക്കുമ്പോ എങ്ങനെ വരും, LCM എടുക്കുമ്പോ എങ്ങനെയാ, നമ്മൾ മുകളിലേക്ക് നമ്മൾ ഇതിനോട് ഇപ്പൊ ഇത് 4 നമ്മൾ LCM എടുക്കുക. 4 LCM എടുക്കുമ്പോൾ ഇവിടെ x ആണല്ലോ. അപ്പൊ 4 × 1 ആണ് 4 വരിക. സോ 1 എടുത്താൽ മതി. 1 പ്ലസ് ഇവിടെ 2 × 2 ആണ് 4 വരിക. അപ്പൊ സോ ഈ 2 നമുക്ക് ഇവിടെയും കൂടി ആഡ് ചെയ്യണം. എങ്ങനെ വരും, 2x വരും. ഇപ്പൊ 2x, ഇവിടെ x വരും, ഇവിടെ 2x വരും. പിന്നെ ഇവിടെ എത്ര വരും, ഇവിടെ 4 വന്നു. അപ്പം 4 വരുമ്പം 4 തന്നെ നമ്മൾ ഇൻറ്റു ചെയ്യണം അല്ലെ, കാരണം ഇവിടെ 1 എന്നാണ് നടക്കുന്നത്. അപ്പൊ 4 ഇൻറ്റു ഇവിടെ വെറുതെ 2x ആണെങ്കിൽ ഇവിടെ എന്താണ്, ഡിവൈഡ് ബൈ 1 ഉണ്ട്. സോ നമുക്ക് LCM എടുക്കുമ്പോൾ ഇവിടെ 4 ആണ് നമ്മൾ LCM ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ സോ 4 വരുമ്പോൾ 1 × 4 ആകട്ടെ. അപ്പൊ 4 തന്നെ നമ്മൾ മേളിൽ നോക്കുക. സോ 4 × 8 വരും. 8 ഇങ്ങനെ നമ്മൾ LCM എടുക്കുക. അതായത് താഴെ എത്ര, താഴെ LCM 4 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ 4 പുള്ളി എല്ലാ ഡിനോമിനേറ്ററിലും 4 വരണം. അത് എത്ര കൊണ്ട് ഇൻഡു ചെയ്യണോ അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും ഇൻഡു ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, x + 2x + 8x. അപ്പൊ നമ്മളിത് ഈക്വൽ ടു 99 വന്നു. പിന്നെ എങ്ങനെയാ, 8 2 10 10 11 അല്ലെ. 11x/4 = 99. ഇനി എങ്ങനെ വരും, x = എങ്ങനെ വരാം, നമ്മൾ ഈ 11/4 നമുക്ക് ഇപ്പുറത്തേക്ക് കൂട്ടാം. ഇപ്പുറത്തേക്ക് കൂട്ടുമ്പോ എങ്ങനെ വരും, × 4 / 11 വരും. ഇവിടെ എത്ര വരും, 11 × 9 അല്ല 99 വരിക. 9 4 36 നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. 36 ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഇനി അതല്ല, ഇതിൽ ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. കുറച്ചുകൂടെ ഈ ഒരു ക്വസ്റ്റിന്റെ രീതിക്ക് നമ്മൾ ഓപ്ഷനിൽ നിന്നൊക്കെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകാൻ എങ്ങനെയാണ്, നമുക്ക് 36 നമുക്ക് എടുക്കാം കേട്ടോ. 36 എടുക്കുക. 36 നമ്മൾ നോക്കുമ്പോൾ 36 എങ്ങനെയാണ്, കാൽഭാഗം പകുതി അല്ലെ. 36 പകുതി എത്ര വരും, 19. അല്ല കാൽഭാഗം, പകുതി അല്ല കാൽഭാഗം. അതായത് 36/4, 19 അല്ല സോറി, 36/4 ഇങ്ങനെ വരിക. 36 സംഖ്യ 9 × 36 9 വരും. ഓക്കെ, 9 വന്നു. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, പകുതി അല്ലെ. സംഖ്യയുടെ 36ന്റെ പകുതി ചോദിച്ചു. 36/2 എത്ര വരും, 18 വരും അല്ലെ. 18 വരും. ഓക്കെ, ഇനി എങ്ങനെയാ, 36/2 18. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇരട്ടി, 36 ഇരട്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പൊ 36 × 2. സോ അതെത്ര വരും, 72 വരും. 6 2 10. ഓക്കെ, 72 വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ചേർന്നാൽ 99 വരും എന്നാ പറഞ്ഞിരിക്കുന്നത്. 99 കിട്ടുമോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 36. നോക്കാം. 8 2 19, 19 9 ഇഷ്ടം 1, 7 2 9 കണ്ട. ഓപ്ഷൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഇതനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് അങ്ങ് നമ്മൾ ആ ഒരു സംഖ്യ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കുക. നമുക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്ത് നോക്കാൻ താമസില്ല. ഇതാകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് എല്ലാം വന്ന് LCM ഒക്കെ എടുത്ത് നമ്മൾ വരുമ്പോൾ കുറച്ച് നമുക്ക് സ്പീഡ് കുറച്ച് കുറഞ്ഞു പോകും. കുറച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷനിൽ പോകാൻ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാം. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, 52ാമത്തെ ക്വസ്റ്റ്യൻ. 1 മീറ്ററിന്റെ 4/3 ഭാഗം എന്നത് 3 മീറ്ററിന്റെ എത്ര ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ, 1 മീറ്ററിന്റെ നോക്കാം. 1 മീറ്ററിന്റെ എന്താ പറയുന്നത്, 1 മീറ്ററിന്റെ 4/3 ഭാഗം എന്നത് 3 മീറ്ററിന്റെ എത്ര ഭാഗമാണ്. ഇതെന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞാൽ 4/3 ഭാഗം പറയണ്ട. അപ്പൊ 1 മീറ്ററിന്റെ 4/3 ഭാഗം അല്ലെ. അപ്പൊ ഈ 1 മീറ്ററിന്റെ 4/3 ഭാഗം എന്ന് പറയുന്നത്
അതായത് 1 മീറ്ററിന്റെ 4/3 ഭാഗം എന്നത് 3 മീറ്ററിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മീറ്റർ 4/3 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4/3 ഭാഗം തന്നെയായിരിക്കും അല്ലെ. 1 മീറ്റർ 4/3 ഭാഗം എത്രയാ? 4/3 തന്നെ വരുള്ളൂ. ഇനി ഇതന്നെ ചോദിക്കുക 3 മീറ്ററിന്റെ എത്ര ഭാഗം? ഈ 3 മീറ്ററിന്റെ എത്രയാണ്? എത്ര ഭാഗമാണ് എന്ന് പറയുന്നത്? 4/3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇത്രേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 1 മീറ്ററിന്റെ 4/3 ഭാഗം എന്നത് 3 മീറ്ററിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 മീറ്ററിന്റെ 4/3 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 4/3 തന്നെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ? 3 മീറ്ററിന്റെ ഈ 3 മീറ്ററിന്റെ എത്ര ഭാഗമാണ്? എത്ര ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? എത്ര ഭാഗമാണെന്ന് പറയുന്നത്? 4/3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര ഭാഗമായിരിക്കും? 3 ഇൻറ്റു എത്ര കൊണ്ട് കൂട്ടി 4/3 കിട്ടും? 1/4 അല്ലേ? 3 ഇൻറ്റു 1/4 കുടിക്കുമ്പോൾ 3 ഇൻറ്റു 1 3 താഴെ 4. ഓക്കെ, 1/4 ആണ് അവിടെ ആൻസർ വരിക. എത്ര ഭാഗമാണ്? അപ്പം 3 മീറ്ററിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചപ്പോൾ ഈ 4/3 എന്ന് പറഞ്ഞാൽ 3 മീറ്ററിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 4/1 പറയാം. 4/1 അവിടുത്തെ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ വരിക. ക്ലിയർ? ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അതിന്റെ രീതിക്ക് അങ്ങ് ആ ക്വസ്റ്റ്യൻ വായിച്ച് ആ രീതിക്ക് അങ്ങ് എഴുതി പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 53-ാമത്തെ. ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ പെടാത്തത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. സവിശേഷതകളിൽ പെടാത്തത്, പെട്ടതല്ല പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിരുന്ന? ഗണിത പാഠപുസ്തകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത്. ഓക്കെ, കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടുണ്ട്. ശരിയാണല്ലേ? കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടാണല്ലോ നമ്മള് എന്താ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കുക. പുതിയ രീതികളൊക്കെ അനുസരിച്ച് കുട്ടിയുടെ പ്രകൃതവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? സവിശേഷതകളിൽ പെടുന്നതാണ്. അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരില്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. പാഠപുസ്തകത്തിലെ ഭാഷ ലളിതവും വ്യക്തവുമാണ്. പാഠപുസ്തകത്തിലെ ഭാഷ ലളിതവും വ്യക്തവുമാണ്. ശരിയാണല്ലേ? അങ്ങനെയാണ് പാഠപുസ്തകം ക്ലിയർ ആയിട്ട് തന്നെയാണ് പൊന്നിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കി. സ്വയം വിലയിരുത്തൽ, പരസ്പരം വിലയിരുത്തൽ ഇവയ്ക്ക് അവസരം നൽകുന്നുണ്ട്. ശരിയാണ്. ഇന്നത്തെ പഠനത്തില് സ്വയം വിലയിരുത്തലിനും അതുപോലെ പരസ്പരം ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഒക്കെ എന്താണ്? ഒരവസരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതും എന്താണ്? ഈ സവിശേഷതകളിൽ പെടുന്നതാണ്. ഓപ്ഷൻ ഡി നോക്കി. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ വിഭാഗവും കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ളതാവണമെന്നില്ല. അങ്ങനെയല്ല, എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരെയും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടുള്ളതാവണമെന്നില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗണിത പാഠപുസ്തകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതാണ്. ക്ലിയർ? ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 54. ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്തെ സംഖ്യ ഏതെന്ന്. ഓക്കെ, ചോദിച്ചിരുന്ന ഈ ഒരു സംഖ്യയാണ് ചോദിച്ചിരുന്നത്. ഇവിടെ എന്താണ്? 12 7/5, 18 7/5. ഇവിടെ അല്ല സംഖ്യ കണ്ടുപിടിക്കേണ്ട സംഖ്യ. നോക്കി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. 13 7/5 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ടു ചിഹ്നം ഉണ്ട് കേട്ടോ. അതായത് ഇവിടെയും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈക്വൽ ആണ്. സോ ഇവിടെ 7/5 രണ്ട് സ്ഥലത്തും എന്താണ്? 7/5 7/5. ഭിന്നസംഖ്യ സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ സംഖ്യകൾ നമുക്ക് നോക്കാം. ഇവിടെ എത്ര വരും? ഇത് ആഡ് ചെയ്യുമ്പോൾ 15 13 28 വരുന്നുണ്ട് അല്ലെ? അതുപോലെ ഇവിടെ നോക്കുക. 12 8 എത്ര വരും? 8 2 15 1 20 വരുന്നത് അല്ലെ? ഇവിടെ 8ന്റെ കുറവുണ്ട് അല്ലെ? ഈ 8 കൂടെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ടും ഈക്വൽ ആകുക. ശരിയല്ലേ? അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ? 8 ആണ്. ഓപ്ഷൻ എ 8 ആണ് ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ രണ്ടും 7/5 തന്നെയാണ് എല്ലായിടത്തും. അപ്പൊ നമ്മൾ ഈ സംഖ്യകൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സംഖ്യകൾ ആഡ് ചെയ്ത് നോക്കാം.
ഇവിടെ ഈക്വൽ ചിഹ്നം ഉണ്ട്. സോ അത് ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. നോക്കുമ്പോ എന്താണ്, ഇവിടെ രണ്ട് സെൻട്രൽ രണ്ടെണ്ണം ഉള്ളു. അപ്പൊ ഈ രണ്ട് സംഖ്യ ഈക്വൽ ആയിട്ട് നോക്കുമ്പോൾ, അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ഉത്തരവാണോ രണ്ട് സൈഡിലും കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ 55-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 55-ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത് 2,99,000 99,000 ഓക്കെ, 29,929 കേട്ടോ. അതാണ് സംഖ്യ. അതിന്റെ വർഗ്ഗമൂലം എത്രയെന്നാ കണ്ടിട്ട് പേടിക്കണ്ട. അതിന്റെ വർഗ്ഗമൂലം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഏകദേശം ഒരു 20 വരെയൊക്കെ നമ്മള് വർഗ്ഗം, അതായത് നമ്മൾ സ്ക്വയർ, വർഗ്ഗം അല്ല സ്ക്വയർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. 10 വരെ നമുക്ക് അറിയായിരിക്കും, ബാക്കിയുള്ളതും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരം അങ്ങനെ പഠിച്ചു വെക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ ഇപ്പം ഞാൻ ആദ്യം ചെറിയൊരു സംഖ്യ വിഷയം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് പോകാട്ടോ. ഇപ്പൊ 720 എന്നൊരു സംഖ്യ എടുക്കാതിരിക്കട്ടെ, 729 അങ്ങനെ എടുക്കാം. ഈ സംഖ്യ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സംഖ്യ വന്ന് ഇതിന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നോട്ട് ചെയ്തോളുക. പറഞ്ഞോടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ആയിക്കോളും. ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. അപ്പൊ ഓക്കെ, 729 ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ അവസാനത്തെ രണ്ടക്ക സംഖ്യ ഇവിടെ നിർത്തും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം ചെയ്ത കാര്യം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കും. അതായത് ഈ 29 കേട്ടോ, ഈ 9 കിട്ടാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ്, അതായത് 339, 7 അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് എന്താ 9 അല്ലേ. അപ്പൊ അതായത് ആ സംഖ്യ, അതായത് സ്ക്വയർ എടുക്കുമ്പോൾ അത് വരാൻ ചാൻസ് ഉള്ള സംഖ്യ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ 9 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 3ഉം 7ഉം വരുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ, 3ഉം 7ഉം നമുക്ക് വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ 29 എടുത്തല്ലോ, അതുപോലെ ഈ 9 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ 1 × 1 1, 2 × 2 2, അതുപോലെ 3 × 3 9 ആവട്ടെ അല്ലെ. ഈ 9ന്റെ കേസ് നമ്മൾ എടുക്കണ്ട, എടുക്കില്ല. ഈ 2 4 കേട്ടോ, സോറി 4. ഈ 9ന്റെ കേസ് നമ്മൾ എടുക്കുന്നില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഈ 2 4 ഈ അതിലടങ്ങുന്ന ഉള്ള രീതിയിൽ നമ്മൾ 2 എടുക്കും. ഈ 2 ആദ്യം എടുക്കുക, അങ്ങനെ എടുക്കാവുള്ളൂ നമ്മൾ, അതിന് തൊട്ട് മുന്നത്തെ അങ്ങനെ എടുത്തിട്ട് ഇനി 9 വെച്ചിട്ട് എന്ത് ചെയ്യണം, 3 കൊണ്ടും 7 കൊണ്ടും അല്ലെ, അതായത് 3ന്റെ 7ന്റെ കൂടുതൽ എടുക്കും. 3 9 7 7 49, അവിടെ വരുമ്പോഴാണ് 9 ലാസ്റ്റ് വരിക. സോ അങ്ങനെ നമ്മൾ എടുത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ഫസ്റ്റ് നമ്പർ എന്തായാലും എത്രയായിരിക്കും, 2 ആയിരിക്കും. അത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന 9 എടുക്കുന്നില്ല, അല്ലാണ്ട് നമ്മൾ ഈ 2 4 അതിനങ്ങ് നിർത്തിയിട്ട് നമ്മൾ അത് അടങ്ങുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ എടുക്കുക. അങ്ങനെ 2 അങ്ങ് എടുക്കുന്നു. എന്നിട്ട് പിന്നെ വരുന്നത് ഈ 3 7 പറയും. 3 7 പറയുമ്പോ എന്താണ്, ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 3 × 2 നമ്മൾ ഗുണിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് ആ 7 ഈ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ ചെറുതാണോ വലുതാണോ നമ്മൾ അത് നോക്കുന്നത്. 3 × ഈ 3 × 2 എന്ന് പറയുന്നത് വെച്ചാൽ ഈ 2 കണ്ടോ, ഇവിടെ കിട്ടി ഈ 2, ഇതിന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ഈ 6 എന്നുള്ളത് ഈ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഈ നമ്പർ കേട്ടോ 7, ഇതില് ചെറുതാണോ വലുതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതില് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലിയ സംഖ്യ എടുക്കണം. അതായത് ഈ 2 വലിയ സംഖ്യ എടുക്കണം. ഇനി ഈ 3 2 എന്നുള്ള ഈ 6-നേക്കാളും ചെറുതാണ് ഇവിടെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോറി ഈ നമ്പറിനേക്കാൾ വലുതാണ്, ഈ നമ്പറിനേക്കാൾ ചെറുത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെറുതല്ല കിട്ടിയിരിക്കുന്നത്, 7-നേക്കാൾ ചെറുതാണ്. അപ്പൊ 7-നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഈ ചെറിയ സംഖ്യ എടുക്കും. ഇനി 7-നേക്കാൾ ചെറുതാണ് നമുക്ക് ഗുണിച്ചപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വലിയ സംഖ്യ സെക്കൻഡ് നമ്പർ ആയിട്ട് എടുക്കും. അങ്ങനെ 27 എന്ന് വരും. ഈ 27ന്റെ ശരിക്കും പറഞ്ഞാൽ 729 വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27 ആണ് വരിക കേട്ടോ.
അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സംഖ്യ നമുക്ക് നോക്കാം. സംഖ്യ 29. ഇവിടെ ഇതുപോലെ തന്നെ രണ്ടെണ്ണം വെച്ചിട്ട് കണ്ടോ, ഈ രണ്ടെണ്ണം നിർത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. മാറ്റിയിട്ട് ഓക്കെ, നമ്മള് 25, 99, 29. പിന്നെ നോക്കുന്നത് ഓക്കെ, നമുക്ക് എന്താ ചെയ്യാം, 299 ആണല്ലോ. അപ്പൊ നമ്മള് ഈ 299ന്റെ അടുത്ത് വരുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കുക ചെയ്തത്. അപ്പൊ ഇവിടെ ഞാൻ 30 വരെ 20 വരെ ഉള്ളതെങ്കിലും നമ്മള് എന്താ സ്ക്വയർ പഠിച്ചു വെക്കാൻ പറഞ്ഞതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ 7 എടുത്തില്ലേ, അതായത് എങ്ങനെ എടുത്താൽ 1 × 1, അതായത് നമ്മൾ 7-നേക്കാൾ ചെറുത് നിൽക്കത്തക്ക രീതിയിൽ ആ സ്ക്വയർ വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ 2 എടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 299നെ ആ ഏകദേശം അടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ വരുന്ന നമ്പർ ഏതാണോ അത് കണ്ടുപിടിക്കണം. അപ്പൊ അത് ഏകദേശം 20-നുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അത്രയൊക്കെ നമുക്ക് കാണാൻ പഠിച്ചാൽ മതി. അപ്പൊ അവിടെ നോക്കുമ്പോൾ 15 × 15 എന്ന് പറയുന്നത് 15 × 15 എത്രയാ? 15 × 15 വരുന്ന എത്ര വരും? 225 വരിക സ്ക്വയർ. 16ന്റെ സ്ക്വയർ വരുമ്പോ എത്ര വരും? സ്ക്വയർ വരുമ്പം 256 വരും. അതുപോലെ 17ന്റെ സ്ക്വയർ വരുമ്പം എത്ര വരും? 289 വരും. 18 വരുവാണെങ്കിൽ എത്ര വരും? 324 വരും. സോ ഇവിടെ 17 × 17 289 വരിക അല്ലെ. അപ്പം 299 അതിന് തൊട്ട് മുന്നേ ഉള്ളതാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 17 എന്നുള്ള ആ സംഖ്യ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വരുമ്പോ പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്പ്ലിറ്റ് ചെയ്ത രണ്ടാമത്തെ സംഖ്യ, അതായത് 29 നോക്കട്ടെ. ഇവിടെ നോക്കുമ്പോ എത്രയാണ്, അവിടെ ഏതൊക്കെ വരും? 29 വരുമ്പം 3 നമ്മൾ മുമ്പ് പറഞ്ഞത് 7 49 9 ഒറ്റയുടെ സ്ഥാനത്ത് വരണമെങ്കിൽ ആ രണ്ട് സംഖ്യകളെ വരാൻ ചാൻസ് ഉള്ളൂ. സോ നമ്മൾ 3ഉം 7ഉം എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 17ഉം അതിന് തൊട്ടടുത്ത സംഖ്യയോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 17 × 18 എത്ര വരും? 306 എന്ന് വരും നമ്മുടെ ആൻസർ. 306 കിട്ടിയില്ലേ? ഈ 306 എന്നുള്ളത് 299-നേക്കാൾ വലുതാണോ ചെറുതാണോ നോക്കുക. 299-നേക്കാൾ വലുതല്ലേ 306? അങ്ങനെ വരുമ്പം നമ്മൾ ഈ രണ്ട് സംഖ്യയിൽ ചെറിയ സംഖ്യ വേണം എടുക്കാൻ. അപ്പൊ ചെറിയ സംഖ്യയാണ് ഈ മൂന്നാമത്തെ സംഖ്യയായിട്ട് വരും. അപ്പൊ 173 നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഇപ്പം ഈ ഒരു സംഖ്യ എടുത്തിട്ട് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുക. അവസാനത്തെ ഏത് സംഖ്യയിലും ഇതിൽ ഇച്ചിലൂടെ ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ നിൽക്കട്ടെ, 1 2 9 9 29 ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാവുള്ളൂ. രണ്ട് സംഖ്യ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ എഴുതുക. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ ഈ മൂന്നക്ക സംഖ്യ ഇതിനോട് ഏറ്റവും അടുത്ത് വരുന്ന സ്ക്വയർ വരുന്ന സംഖ്യ ഏത്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്ന സ്ക്വയർ ആയിട്ട് വരുന്നത് അതിന്റെ വർഗ്ഗമൂലം ഏതാന്ന് കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം 20 വരെ ഉള്ളതെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനോട് അടുത്ത് വരുന്നത് എത്രയാണ്? 289 വരുന്നത്, 17 വരിക. സോ നമ്മൾ ആ നമ്പർ എഴുതുന്നു. ഇനി നമുക്ക് അടുത്ത സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ 29-നെ നമുക്ക് നോക്കാം. ഇതിന്റെ ഒറ്റ സ്ഥാനത്ത് 9 ആയതുകൊണ്ട് തന്നെ 3 9 7 7 49. അപ്പൊ അത് വരുന്ന 9 വരുന്ന സംഖ്യ 3ഉം 7ഉം വരുന്നത് സ്ക്വയർ വരുന്നത്. ഓക്കെ, അപ്പൊ 3ഉം 7ഉം എഴുതുന്നു. ഇനി ഈ 3ആണോ 7ആണോ ഈ മൂന്നാമത്തെ സംഖ്യ നമുക്കറിയണം. അതിനു വേണ്ടിയിട്ട് ഈ 17ഉം അതിന്റെ തൊട്ടടുത്ത സംഖ്യ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടുന്ന സംഖ്യ എന്ത് ചെയ്യണം, 360 കിട്ടും. ആ സംഖ്യ നമ്മൾ 299-നേക്കാൾ വലുതാണോ ചെറുതാണോ നോക്കുക. വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചെറിയ സംഖ്യ എടുക്കുക. ഇനി ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ വലിയ സംഖ്യ എടുക്കുക. ഇവിടുത്തെ കേസിൽ എന്താണ്, 306 299-നേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 എന്ന് പറഞ്ഞ സംഖ്യ വേണം ഇവിടെ എടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് 173 സംഖ്യ കിട്ടുന്നു. അപ്പൊ ഇതിന്റെ ഈ ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എത്രയാണ്? 173 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തന്നിരിക്കുന്നവയിൽ ത്രികോണ സംഖ്യകളുടെ ശ്രേണി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയുടെ ത്രികോണ സംഖ്യകളുടെ ശ്രേണി ഏതാണ്? ഈ ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, അത്ര ഉള്ളു. ഇപ്പം
സിമ്പിൾ ആയിട്ട് നമ്മൾ ഒറ്റ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ത്രികോണസംഖ്യയിൽ ഉൾപ്പെടുത്താം കേട്ടോ. വെറും ഒരു പോയിന്റ് വരുന്നത് നമുക്ക് ത്രികോണസംഖ്യയിൽ ഉൾപ്പെടുത്താം. അപ്പൊ 1 വരും. പിന്നെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ 1, 2, 3 ഇതൊരു ത്രികോണസംഖ്യ. അപ്പൊ 3 എന്നത് 1 3 വരും അല്ലെ? 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ വരുന്നത് 1, 2, 3 ഇതും വരും. പിന്നെ ഇവിടെ 2 വരും. ഇവിടെ ഒന്നുകൂടെ വന്നാലാണ് സെറ്റ് ആകുക. ആ ത്രികോണം കറക്റ്റ് ആകുന്നത്. അപ്പൊ ഇവിടെ എത്ര വരും? 6 വരും. പിന്നെ നോക്കാം നമുക്ക് ഇത് ഈ സെയിം ത്രികോണം തന്നെ എടുത്തു വെക്കാം. നോക്കാം ഇങ്ങനെ നടുക്കാണ് ഇത് വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഇത് എത്ര വരും? 1, 2, 3, 4, 6, 10 വരും അല്ലെ? 10 വരും. അടുത്ത നമുക്ക് 10 വരും. അങ്ങനെയാണ് ഈ ത്രികോണ സംഖ്യകൾ പോണത്. ഒരു പോയിന്റ് വരെ നമുക്ക് ത്രികോണ സംഖ്യ ആയിട്ട് എടുക്കാം. പിന്നെ ത്രികോണം ഷേപ്പാണ് നോക്കുന്നത്. ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്ന രീതിയിൽ നമ്മൾ ത്രികോണ സംഖ്യ എടുക്കും. അപ്പൊ 1, 3, 6, 10 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ പോകുന്ന ഒരു ശ്രേണി എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? 1, 3, 6, 10, 50. ഓപ്ഷൻ സി അല്ലെ? ഇതാണ് ത്രികോണ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. 1, 3, 6. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് അങ്ങ് ഓർത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് പോണത്. ഇവിടെ ഏതെടുത്താലും തൊട്ട് ത്രികോണം 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 അങ്ങനെ ഈ രീതിക്കേ പോകാവുള്ളൂ. നടുക്ക് രീതിയിൽ അങ്ങനെ വരച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ എണ്ണം കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ ശ്രേണി. അടുത്ത ദിവസത്തേക്ക് പോകാം. 57. ഒരു ബില്യന് തുല്യമായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ബില്യൺ കേട്ടോ. ഒരു ബില്യൻ എന്ന് പറഞ്ഞാൽ എന്താ? 100 കോടി വരെ നമുക്കറിയാം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100 കോടിക്ക് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ബില്യൺ എന്ന് പറയുന്നത്. ഒരു ബില്യൺ. ഓക്കെ. 100 കോടിക്ക് ഈക്വൽ ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം 10⁹9 കണ്ടോ? ഇവിടെ കണ്ടോ ഈ 10⁹9? ഈ 10⁹9 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 കോടിയാ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നൂറ് കോടി എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ. 100 കോടി കണ്ടോ? ഇങ്ങനെ 100 കോടി. ഇപ്പൊ 10⁹9 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 കോടിയാണ്. ഈ 100 കോടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബില്യന് ഈക്വലാണ്. സോ ഏതാണ് ആൻസർ വരിക? 10⁹9. 10⁹9 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഒന്നിനോട് കൂടത്തിൽ 9 പൂജ്യം കൂടി ഉണ്ടാവും. അതുപോലെ 10⁻12 കണ്ടോ? അവിടെ ഒന്നിനോട് കൂടി 12 പൂജ്യം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇവിടെ 10⁻12 എന്ന് പറഞ്ഞാൽ ഒരു ട്രില്യൺ ആട്ടോ. ഒരു ട്രില്യൺ ഓർത്ത് വെച്ചു. ഒരു ട്രില്യൺ ആണ് 10⁻12 എന്ന് പറയുന്നത്. ഈ 10⁻6 എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ ആണ്. ഒരു മില്യൺ. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10⁻12. ഒരു ബില്യൺ ആണ് 10⁻9. ഓക്കെ. പിന്നെ 10⁻100 എന്ന് പറഞ്ഞത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൂടെ പറയാം. അത് ഗൂഗോൺ എന്ന് പറയും. ഗൂഗോൺ. സോറി, ഗൂഗോൾ അല്ല, ഗൂഗോൾ. ഗൂഗോൾ എന്ന് പറഞ്ഞു. ഗൂഗോൾ. 10⁻100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂഗോൾ എന്നാണ് ഇതിനെ പറയാം. ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ കേട്ടോ. അപ്പൊ 10⁻9. 10⁻10 അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് അവരുടെ ഓപ്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല. ഓക്കെ. 10⁻9 എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ. 10⁻6 എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ. 10⁻12 ആണെങ്കിൽ ഒരു ട്രില്യൺ. 10⁻100 ആണെങ്കിൽ ഗൂഗോൾ. ഓക്കെ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. 58ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നോക്കാം. ദീപേഷ് 4 ദിവസം കൊണ്ടും ബിന്ദു 7 ദിവസം കൊണ്ടും രൂപേഷ് 12 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്യും. 3 പേരും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാനാകുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം വർക്ക് ആൻഡ് ടൈം. അതായത് വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത്.
അപ്പൊ ആ ജോലി പൂർത്തീകരിക്കാനായിട്ട് എത്ര ദിവസം എടുത്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എത്ര സമയത്ത് ദിവസം എടുത്തു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ മെത്തേഡ്, എഫിഷ്യൻസി മെത്തേഡിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, എന്ത് ചെയ്യാം, നമുക്കൊന്ന് എഴുതാം. അതായത് ഒരു ദീപേഷ് എത്രയാ വരിക? 4 ദിവസം കൊണ്ടും. പിന്നെ വരുന്നത് എത്രയാ? ബിന്ദു 7 ദിവസം. അതുപോലെ രൂപേഷ് 12 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ജോലി ചെയ്തിരിക്കുന്നത്. ഇവർ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരുമിച്ച് ചെയ്യാന്നുള്ള കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മൊത്തത്തിലുള്ള ഒരു എഫിഷ്യൻസി, ആ ഒരു വർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 പേരും ചെയ്ത ആ ദിവസം എടുത്തിട്ട് അതിന്റെ LCM എത്ര ദിവസം, മൊത്തം എത്ര ദിവസം വരും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ജോലിയുടെ ആ ദിവസത്തെ നമ്മൾ LCM എടുക്കുക ചെയ്യുന്നത്. മൊത്തത്തിലുള്ള ദിവസം എടുത്തിട്ടാണ് നമ്മൾ ആ ടൈം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ LCM എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LCM എടുത്ത് നോക്കാം. 4 ഇവിടെ 7 അല്ല കേട്ടോ, 6ആണ്. ഈ ക്വസ്റ്റ്യൻ പിന്നെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ പോകാം നമുക്ക്. ചിത്രത്തിൽ ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട്? ഇവിടെ നമുക്ക് സമചതുരങ്ങൾ എണ്ണി നോക്കാം. ഇവിടെ എണ്ണേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമ്മൾ നോർമലി നമ്മൾ ഈ സ്ക്വയർ എല്ലാം നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 എണ്ണം ആയേ. ഇനി നമുക്ക് 1 2 സ്ക്വയറും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇതൊന്ന് 10 11 11ാമത്തെ ഇത് കണ്ടോ, ഇത്രയും. പിന്നെ 12ാമത്തെ ഇത് വരും 12 12. പിന്നെ 13ാമത്തെ ഇങ്ങനെ വരും 13. പിന്നെ വരുന്നത് 14ാമത്തെ ഇത് കേട്ടോ, ഇങ്ങനെ ഒരു സ്ക്വയർ കൂടി ഇവിടെ വരുന്നത്. ഇത് സ്ക്വയറാ. അപ്പം 14. ടോട്ടലി 14 സ്ക്വയർ ആണ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 60ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയില് 8നെ സൂചിപ്പിക്കുന്ന മലയാള അക്കം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയില് 8നെ സൂചിപ്പിക്കുന്ന മലയാള അക്കം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഞാൻ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞു തരാം കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചു, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് നമ്മുടെ 0, ഇത് തന്നെയാണ്. ഓക്കെ, നമ്മുടെ 1 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതും. 1 സൂചിപ്പിക്കുന്ന മലയാള അക്കമാണ് ഇത്. 2 ആണെങ്കിൽ ഇങ്ങനെ കണ്ടോ. ഇനി 3 ആണെങ്കിൽ ഇങ്ങനെ. 4 വരുമ്പം നമ്മുടെ എഴുത്തില്ല, അതുപോലെ 4. പിന്നെ 5 വരുന്നത് ഇങ്ങനെയാ, 5. 6 വരുവാണെങ്കിൽ ഇങ്ങനെ 3 വരും, ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരിക. ഇതാണ് 6 വരുന്നത്. ഓക്കെ, 7 വരുന്നത് ഇങ്ങനെ 7 9 പോലെ. 8 വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വായെ കൂട്ടിയത് നമ്മുടെ ഓപ്ഷനിലുണ്ടല്ലേ, 8 ഇങ്ങനെ വരിക. പിന്നെ ഇൻ പോലാണ് 9. 9 ആട്ടോ ഇത്, 9. പിന്നെ ഒരൊക്കെ കൂടെ പറയാം, 100 ആണേ. 100 ഇങ്ങനെ വരിക, 100. അതുപോലെ 20 കൂടെ നോക്കും. 20 10 20, ഇത് 10 ആണേ, 10. അതുപോലെ 20 വരുന്നത് ഇങ്ങനെ വരും. ഡായും പിന്നെ എന്റെ കൂട്ടിയിരുന്നാണ്. ഇതാണ് 20 വരുന്നത് കേട്ടോ. ഇതാണ് കുറച്ച് അക്കങ്ങളെ സൂചിപ്പിക്കുന്ന മലയാളം അക്കങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം അക്കങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. നമുക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇത്രയൊക്കെയാണ് ഏകദേശം
ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്ര അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇതില് 8 കൊടുത്തിരിക്കുന്നുണ്ട്. 8 എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെയാ അല്ലെ? എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ വാ വന്നിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് 8നെ സൂചിപ്പിക്കുന്ന മലയാള അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 58ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം.